Okay, you can mark your attendance also in between. See, dictation എന്തിനാ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പലർക്കും സ്പെല്ലിങ്ങിൽ വളരെ പൂർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ വന്ന കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് സ്പെല്ലിംഗ് ചോദിക്കുമ്പോൾ വളരെ പുറകോട്ടായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഡെയിലി ഡിക്റ്റേഷൻ എന്ന് വിചാരിച്ചത്. ഇനി ഒരു ദിവസം മിസ് ഡിക്റ്റേഷൻ വേർഡ്സ് തന്നില്ലെങ്കിലും പേരൻസിന് തന്നെ സ്വന്തമായിട്ട് വേർഡ്സുകളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒരു 5 വേർഡ്സ് ഇട്ടിട്ട് ഡിക്റ്റേഷൻ കൊടുക്കാം കേട്ടോ. ഓൺലൈൻ ക്ലാസ് ഇല്ലാത്ത ദിവസം ഡെയിലി രാവിലെ ഇംഗ്ലീഷിന് പീരീഡോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പേരൻസിന് ടൈം പോലെ ഡിക്റ്റേഷൻ കണ്ടക്ട് ചെയ്യുക. റോങ് വേർഡ്സ് 5 ടൈംസ് എഴുതാൻ പറയുക, പഠിപ്പിക്കുക. ഇത് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണേ, അക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച വേണ്ട. സ്കൂളിൽ വരുന്ന മക്കൾക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വേർഡ് ഈസ് ഡോർ. ഡോഗ് അല്ല, ഡോർ, വാതിൽ, ഡോർ. ദീക്ഷിത്, ഡിഡ് യു റൈറ്റ് ദീക്ഷിത്? ഡോർ. Second word, I think we have completed first one. Jovin, Jovin and രണ്ടും ജോവിൻ ജോമൻ എന്നാണ് ഇട്ടേക്കുന്നത്. ജോവിൻ ആൻഡ് ജോമൽ, ജോയൽ അല്ലേ? ജോമല ജോയലാ? ജോയലാ. ജോയൽ. ഓക്കെ, ഇവിടെ കുറെ ജോയലുണ്ട്, കുറെ ജോമലുണ്ട്. ഓക്കെ ഡിയേഴ്സ്, കുഴപ്പമില്ല. ഇന്നിപ്പം പേര് രണ്ടുപേർക്കും ഒരു പേരായിരുന്നേ ഉള്ളൂ. രണ്ടാലും ഒരു പേരിട്ടാലും അറ്റൻഡൻസ് ഇടും കേട്ടാ. ഒരാൾക്ക് 2 അറ്റൻഡൻസ് ഇടും, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ഡോർ. സെക്കൻഡ് വൺ ഈസ് എർത്ത്. 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 ബിയാണ് എങ്ങോട്ടാണ് ഈ നെട്ടോട്ടോ ഓടുന്നത്? എന്തുവാ കുഞ്ഞേ, എവിടം വരെ ഓടി? എന്താ പ്രശ്നം? നിന്റെ പെൻസിലില്ല. ഫസ്റ്റ് വേർഡ് ഈസ് ഡോർ, സെക്കൻഡ് വൺ ഈസ് എർത്ത്. മിസ്സേ, ഇന്നലെ അമ്മ ഇതൊക്കെ ഡിക്റ്റേഷൻ ഇട്ടതാ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. യെസ്, ഗുഡ്. നെക്സ്റ്റ് വൺ, ഡിക്റ്റേഷൻ ഇട്ടവരെ ഇടണമെന്നില്ല, എല്ലാത്തവരും എഴുതിക്കോ. നെക്സ്റ്റ് വേർഡ് ഫ്രൂട്ട്. നല്ല പേരുണ്ട് അല്ലേ, റെസ്പോൺസിബിൾ പേരുണ്ട്. Fruit. Next word is fan. 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 And last one is goat. Goat. Okay, finished. Please hand over the book to your parent and let them check it. Okay, have you completed your corrections? How many of you got full marks? 5 out of 5? Okay, good children, very good, very good. 4 out of 5? 4 out of 5? Okay, very good. 3 out of 5? 3? 2 out of 5? 2? Nobody. 1? Nobody. 0? No. Okay, good children. Like this, every day you have to study, okay? Don't forget to mark your attendance. Attendance mark cheya, markale, vegam mark cheya.
Then take the test book. Where have been stopped? എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്? I think the sky The is sky falling. is falling. Did we start that lesson? No. No. Okay, take that. No. Sky is falling. Please take it. Okay. See that take first one is pool. P-O-O-L pool. Pool means what? Pool എന്ന് പറഞ്ഞാൽ എന്താണ്? പാഠം പഠിച്ചാൽ മതി. Pool എന്ന് പറഞ്ഞാൽ എന്താണ്? What is pool? കുളം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുളം ഉണ്ടോ? Do you have pool at home? ഉണ്ട്. Some are having, some are not having. Okay. Next, buffalo. What is buffalo? Eruma. What is buffalo? Eruma. എരുമ. ഇനി എരുമയെന്നൊന്നും വിളിച്ചേക്കല്ലോ. ഇനി എന്ത് വിളിക്കണം? Buffalo. നിങ്ങൾ സ്ട്രൂലൈറ്റിലെ മക്കളല്ലേ? അല്ലേ? Yes, സ്ട്രൂലൈറ്റിലെ പിള്ളേരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണ്. So you should not call hello എരുമ, hello പോത്ത്. You should not call like that way. Instead, how should you call? Hi buffalo. ഇനി ബഫലോനെ കാണുമ്പോൾ എങ്ങനെ വിളിക്കേണ്ടത്? Hi buffalo. Like that way. Understand? ഇനി പോയിട്ട് ഹായ് പോത്തെ, പോത്തെ, എരുമേ അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലോ കേട്ടോ. ആ എരുമ പറയാ ഈ ട്രൂലൈറ്റിലെ പിള്ളേർക്കൊന്നും സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയും. So how you should call? ബഫലോയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലോ? Surely buffalo knows English. So you should call buffalo. You should not call pote. Should not call. That is too bad. ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പിള്ളേർ ഇത് എവിടുന്ന് വന്ന പിള്ളേർ, ഏത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാന്നൊക്കെ പറയും ബഫല്ലോ. അതുകൊണ്ട് ഇനി എന്ത് പറയണം? സെറക്കുട്ടി, how should you call? സെറ മരിയ. Hi buffalo എന്ന്. If you see a dog, should not call a patti. Should not call like that way. How should you call? Hi dog. Hi dog. Should not call a നായി പോയേ അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ട്രൂ ലൈറ്റിലെ പിള്ളേരെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പിള്ളേർ. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ടൊന്നും കളിയാൻ പാടില്ല കേട്ടോ. ഒന്നും ചെയ്യാൻ പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹായ് ഡോഗ്, ഹായ് കാറ്റ്, ഹായ് ഗോട്ട് അങ്ങനെ വിളിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ. അത് പ്രത്യേകിച്ച് ബഫലോനെ ഒന്നും അങ്ങനെ വിളിച്ചേക്കല്ല. No. Should not call. You should call hi cat. Should not call poocha. It doesn't like. Okay. And should not call a nai, a patti. Should not call like that way. So whenever you see a dog, whenever you see a cat, whenever you see a buffalo, buffalo, you should call them like that way only. Understand? മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ how many of you are having dog at home? Please raise the hand. How many of you are having dog? Niyadash, Biona, only two are having. Nobody else is having. Jovin, you have dog at home. So here afterwards should not call. Patti. Should not call. Patti kottu istilla patti nu vilikkunnu. Pinne endu vilikkanam? Decent aayittu nalla standard aayittu hi dog. അങ്ങനെ വിളിക്കാവുള്ളൂ കേട്ടാ. കേട്ടാ ബിയാണ? നിയ, ജോവിൻ, ജോമോൻ, മറ്റെന്താ ജോമൽ, ഓക്കെ കേട്ടല്ല. ഇനി പട്ടിന്നൊന്നും വിളിച്ചേക്കല്ല പാവ, ഇനി സങ്കടമാവും അതിനെ പട്ടിന്ന് വിളിച്ചാൽ. ഇൻസ്റ്റഡ് വാട്ട് യു ഹാവ് ടു കോൾ ഹായ് ഡോഗ്. How many of you are having cat at home? Please raise the hand. ക്യാറ്റ് ഉള്ളവര് ആർക്കും ഇല്ല ക്യാറ്റ് വീട്ടില്? ബിയോണിക്ക് എല്ലാ വകയുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പട്ടി പൂച്ച എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. Only one girl is having cat at home. Nobody else. പേരൊന്നും ഓക്കെ, പേര് വിളിക്കാം. ഓക്കെ. ഇനി അതിനെ ക്യാറ്റ് എന്നൊക്കെ വിളിക്കാമല്ലോ കേട്ടോ. ശരി. സോ ബഫലോ, പീകോക്ക്, കോക്കനട്ട്, ടച്ച്. ഓക്കെ.
Here one question is, sir, work with your partner, take turns to name five animals and their babies. Okay, now we'll start from Ishika. Ishika, please name 5 animals. Any 5 animals? Unmute, unmute. Elephant, peacock, tiger, lion, elephant. Double elephant. Okay. ഇന്നലെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞവര് വേണ്ട. റസീൻ യൂസഫ്, പ്ലീസ് അൺമ്യൂട്ട്. കുഞ്ഞുങ്ങ് വന്നോ? ദുബായിൽ നിന്ന് വന്ന മോനെ? അത് ദുബായിൽ തന്നെയാണല്ലേ? അവിടെ തന്നെയാണോ? ഓക്കെ ഓക്കെ, പറഞ്ഞോ 5 animals. അനിമൽസിന്റെ പേര് പറ. Elephant, peacock, ഓക്കെ കുഴപ്പമില്ല. പീകോക്ക്, ബേർഡ് ആണ്. ക്യാറ്റ്, dog, വെളിച്ചം പറ. dog, ഓക്കെ. നെക്സ്റ്റ് buffalo, ബഫല്ലോ, പേര് പറ. മങ്കി, ഡോങ്കി. monkey, മമ്മി don't say, let him say. Razin Yusuf, mummy please be silent. പറ. monkey, സൗണ്ടിൽ പറ. monkey, അടുത്ത പറ. നീ പേജ് ഇതിന് കുറച്ച് നോക്കുന്നത്. ഇതെന്താ? dog, ഇത് dog, ഇതെന്താ? അറിയില്ലേ? ഇപ്പൊ ബോട്ടിന് goat, Okay, enough. Good boy. Next, ഇവിടെ ആരാണ്? നമ്മുടെ റയാൻ PP. dog, cat, elephant, buffalo, peacock, monkey, Okay, enough. 5 enough. Ayush Bibi. buffalo, cow, chicken, എന്തെന്നാ? hen, ചിക്ക്, ഹെൻ. ഓക്കെ, അതെല്ലാം ബേർഡ്സ് അല്ലേ? സോ നോ പ്രോബ്ലം. കണ്ടിന്യൂ. peacock, ഓക്കെ, 5 ആയോ? നെക്സ്റ്റ് അൻവിത. elephant, peacock, dog, buffalo, Yes. 4 ആയല്ലോ. Monkey. Okay. Next here, Hadia Rashid. Hadia, please unmute. cat, hen, goat, dog, monkey, Ayan Vijesh. Ayan. elephant, Yes. monkey, buffalo, tiger, One more. ഒരെണ്ണം കൂടി പറ. dog, Okay. Next. Okay, good boy. Next, Gia Rose. monkey, ജിയ കുട്ടി ഇന്നലെ പറഞ്ഞല്ലേ മോളെ? Yes. Sarah Maria. Okay, enough, Ayan, enough. Sarah Maria Shaiju. lion, tiger, horse, dog, cat, Okay, next, Nia Das.
mouse, rabbit, pig, zebra, squirrel. Okay. Next, Jovin. Elephant, Ah. lion, Ah. dog, Ah. cat, monkey. Okay. Next, Jomel. Ah, Joel. Okay. Sorry, Chakre. Elephant, Ah. horse, Ah. tiger, Ah. lion, peacock. ഓക്കെ നെക്സ്റ്റ് ബിയോണക്കുട്ടി ഇന്നലെ പറഞ്ഞല്ലേ മോളെ ആദിത്യ അനൂപ് Rabbit, Ah. monkey, ആ cow, snake, lion. ഗുഡ് ബോയ് നെക്സ്റ്റ് റിച്ചാർഡ് Elephant, lion, tiger, zebra, giraffe. ഓക്കെ ഗുഡ് നെക്സ്റ്റ് അലൻ Tiger, lion, rabbit, dinosaur, hippopotamus. വെരി ഗുഡ് പുതിയ പുതിയ അനിമൽസ് ഒക്കെ വന്നു എല്ലാവരും ഒരേപോലത്തെ പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് അവൻ ഹിപ്പോപ്പൊട്ടാമസിനെ ഒക്കെ കൊണ്ടുവന്നു ഇനി ആരാ പറയാനുള്ള ആള് ഇന്നലെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞവർ വേണ്ട അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറഞ്ഞേ ഇല്ല എല്ലാവരും പറഞ്ഞു അല്ലേ ഓക്കെ ആൻഡ് യു ഹാവ് ടു സേ ദെയർ ബേബീസ് ഓൾസോ ബേബീസ് നെയിം ആൻഡ് യു നോ ഇഫ് യു ഹാവ് കൗ ഇഫ് ദാറ്റ് കൗ ഈസ് ഹാവിങ് എ ബേബി ഹൗ വിൽ ടെൽ ബേബി കൗ എന്നാണോ വിളിക്കുന്നതിന് അതിന് വേറൊരു പേരുണ്ട് അല്ലേ ആ കാഫ് അതുപോലെ എല്ലാ അനിമൽസിനും അതിന്റെ ബേബീസിന് പേരുണ്ട് അപ്പൊ അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ ക്ലാസ് നമ്മുടെ ഈ ലെസൺ തീർന്നു കഴിയുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കാം കേട്ടോ കുറെ അനിമൽസിന്റെയും ബേബീസിന്റെയും പേരുകൾ UKG നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറെ ബേബീസിന്റെ പേരൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ട് ബട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ലെസൺ ഐ വിൽ ടീച്ച് യു വി ഷാൽ സ്റ്റാർട്ട് ദ ലെസൺ ഷാൽ വി സ്റ്റാർട്ട് യെസ് വി ഷാൽ സ്റ്റാർട്ട് ദ ലെസൺ നൗ പ്ലീസ് ടേക്ക് ദ ലെസൺ പേജ് നമ്പർ 14 I think in your textbook 14 ആണോ ആയിരിക്കാം അല്ലേ I think it is page number 14 can you hear me clearly കേൾക്കുന്നുണ്ടോ മക്കളെ ക്ലിയർ ആയിട്ട് യെസ് എടുത്തോളൂ ഫസ്റ്റ് narrator is there is a story of some narrator of some it is a story of some wild animals. Animals are living in forest plus some animals are living with us. നമ്മളുടെ കൂടെ കുറെ animals ജീവിക്കുന്നുണ്ട് but some animals live only in the forest like a lion, tiger and all. Zebra അതെല്ലാം ഫോറസ്റ്റ് മാത്രം ജീവിക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നില്ല. Will lion live with us? Will lion live with us in our place? No. എന്ത് സംഭവിക്കും what will happen if the lion live with us? പിന്നെ ലയനേ ഉണ്ടാകുള്ളൂ നമ്മൾ ഉണ്ടാകിയല്ല അല്ലേ നമ്മുടെ കൂടെ ലയൻ ജീവിക്കാൻ താമസിക്കാൻ വന്നാല് പിന്നെ ആരുണ്ടാകും only lion നമ്മൾ ഉണ്ടാവില്ല എന്ത് പറ്റും നമുക്ക് ആദിത്യ നൂബ് if lion live with us what will happen for us lion will eat us isn't it okay some animals live only in the forest but some animals live with us like a dog cat and all live with us okay now here is a story of some wild animals especially about a rabbit do you know rabbit have you seen rabbits ne kanditille okay how many of you have rabbits at home ആരെങ്കിലും വീട്ടിൽ rabbit ഉണ്ടോ റിച്ചാർഡിന്റെ വീട്ടിലുണ്ടോ rabbit ഓക്കെ അത് ഇവിടെയായിരുന്നു അപ്പൊ ഇപ്പൊ റിച്ചാർഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് പറ്റൂല അല്ലേ ഇനി anybody else is having rabbit at home വേറെ ആരുടെങ്കിലും വീട്ടിലുണ്ടോ rabbit ഇല്ല അല്ലേ ഓക്കെ RABBIT rabbit These are rabbits. ഇതിലേതോ ഒരു റാബിറ്റ് പറ്റിച്ച പണിയാണ് ഇതിലേതായിരിക്കും മേ ബി ദിസ് വൺ ഇവിടെ ഫോട്ടോ കണ്ടിട്ട് വൈറ്റ് വൺ ആണ് അല്ലേ അപ്പൊ ഇതുപോലത്തെ ഒരു റാബിറ്റ് ആയിരിക്കും കള്ളൻ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിക്കേ
ഈ റാബിറ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് ഈ റാബിറ്റിനെ പിടിക്കാം. ഇപ്പടാ കള്ള എന്താ നോക്കുന്ന നോട്ടം നോക്കിയേ, ചുമന്ന കണ്ണു നോക്കിയിട്ട്. അല്ല, ഈ റാബിറ്റ് ആയിരിക്കും. ഓട്ടം കണ്ടിട്ട് ഇതാന്ന് തോന്നുന്നു. ആ ഇതാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എനിവേ സ്റ്റോറി നമുക്ക് തുടങ്ങാം. കൊച്ചു കള്ളൻ. യെസ്. എ റാബിറ്റ് lived in a jungle. A rabbit lived in a jungle. What is the meaning of jungle? Jungle means forest. A rabbit lived in a forest. He liked to hop. What is the meaning of hop? Hopping. Hop. Hop means jumping. Means you know that rabbits do not jump, do not walk. Instead they are jumping. അവര് എന്ത് ചെയ്യുന്നു? ജമ്പ് ചെയ്യുകയാണ് അല്ലേ? വെയിറ്റ്, ഞാൻ അത് സ്ക്രീൻ ഷെയർ ചെയ്യാം. റാബിറ്റ് Bunnies seem to be having a hopping good time. say hopping. The Rex rabbits were born at the Oregon Zoo's family farm and love to play in the grass together. How it is hopping? Besides running around, the animals eat lots of healthy kale. Okay. Did you see how the rabbit hopped? Yes. See, so this rabbit also liked to hop. He liked to hop. He liked to smell the flowers. How the rabbit will smell the flowers? റാബിറ്റിന് ഈ പൂവിന്റെ മണമൊക്കെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹി ലൈക്ക് ടു സ്മെൽ ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ സ്മെല്ല് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹി ലൈക്ക് ടു ഹിയർ ബേർഡ് സിംഗ്. ഹൗ ദ ബേർഡ് വിൽ സിംഗ്? എങ്ങനെയാ ബേർഡ് പാട്ട് പാടുന്നത്? ഹൗ ദ ബേർഡ് വിൽ സിംഗ്? their sound. കുയിൽ എങ്ങനെയാ പാട്ട് പാടുന്നത്? Who knows how the nightingale make sound? Okay. Who is that one? Richard. Once again, please. Oh. How did you learn this? Very nice. Okay. Then how the crow will sing song? How the crow will sing song, Niyadas? Ka. Isn't it like that way? Each bird will make sound. That bird's sound is known as it's a song. Adinte song ennaanu parayunnathu. Okay. So our rabbit also liked the songs of birds. And one day he was resting under a coconut tree. One day he was hopping and then he ate food. Everything is over. Anyway, he was tired. Yes. ഇങ്ങനത്തെ കൂടെ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട്. Okay, dear. Okay. Please mute and give. പഠിച്ചിട്ടുണ്ടാകും. പലരും പഠിച്ച സ്റ്റോറിയാണ് ഇതല്ലേ? Okay, anyway, this rabbit one day he did so much of work and then he was tired and then he was taking rest under a coconut tree. ഒരു coconut treeയുടെ ചുവട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. Who? നമ്മുടെ rabbit. Then what happened? A coconut fell from tree on the ground below. He was just taking rest. He was somewhat sleepy. At that time, one coconut fell down from a tree. കോക്കനട്ട് ട്രീയിൽ നിന്നും ഒരു കോക്കനട്ട് എന്ത് ചെയ്തു? ടപ്പോന്ന് താഴോട്ട് വീണു. കോക്കനട്ട് വീണ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ തലയിൽ കോക്കനട്ട് വീണ എങ്ങനെ ഇരിക്കും? സൂപ്പറാണ് അല്ലേ? തലയിൽ വീണിട്ടുണ്ടോ കോക്കനട്ട് ആരെങ്കിലും? Have anyone such type of experience? If any have any coconut fallen on anybody's head? ആരും തല വീണിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? തലയിലെങ്ങാനും കോക്കനട്ട് വീണ പിന്നെ തലയെല്ലാം പൊട്ടിത്തെറിക്കും. അന്ന് പറഞ്ഞ മറ്റേ പാട്ടിലെ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ ടീച്ചർമാർ പാടിയത് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടാ? അന്നത്തെ അസംബ്ലിയിലെ പാട്ട് കേട്ടായിരുന്നോ ടീച്ചർമാരുടെ? അതിനകത്ത് പറഞ്ഞു
കൃഷ്ണമണി പൊട്ടിത്തെറിക്കുന്നു ഓക്കെ. തലയിൽ തേങ്ങ വീണ തല പൊട്ടിത്തെറിക്കും അല്ലേ? എനിവേ, coconut fell from the tree on the ground below. It made a loud thud. Thud means loud tappo noise. If a coconut falls from a coconut tree, how the sound will be? It will be very loudly, isn't it? Tap, very big sound, not like that way. Big sound ആയിരിക്കും ഒരു കോക്കനട്ട് വീണിട്ടുണ്ടെങ്കിൽ അല്ലേ? അതും just behind of our rabbit. റാബിറ്റ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. ആലിസ് ഇൻ വണ്ടർലാൻഡിലെ പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. Then by the time the coconut fell down just behind of him and it made a big sound. Then what happened? The rabbit was afraid, scared. Scared means, what is the meaning of scared? Scared എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? Afraid. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പം ഒരു ബലൂൺ ആരെങ്കിലും കൊണ്ടുവന്ന് പുറകിൽ ടപ്പോ എന്ന് പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞെട്ടിപ്പോകും അല്ലേ? You will make a loud noise like that way. When this coconut fell on, not just behind of our rabbit, rabbit also was scared. What then he did? The rabbit was scared and ran away. What did the rabbit do? Rabbit was afraid and he ran away. പെട്ടെന്ന് ചാടി എണീറ്റ് ഓട്ടം ഓടി. ആര്? നമ്മുടെ റാബിറ്റ്. വൈ? എന്തേ? എന്തിനാ ഓടിയേ? ഓടിച്ചു പോയി. എന്താ സംഭവം എന്ന് അറിഞ്ഞില്ല. He ran away. The rabbit scared and ran. Oh no, the sky is falling. What did the rabbit think? Rabbit എന്താ വിചാരിച്ചേ? The sky is falling. Sky is falling എന്ന് പറഞ്ഞാൽ എന്താണ്? What is the meaning of sky is falling? ആകാശം എല്ലാം കൂടെ പൊട്ടി 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 വീഴുകയാണ്. ടപ്പോ ടപ്പോട്ടോ സൗണ്ട് കേട്ടത് എന്താണ്? Sky is falling. My God. Then what will happen if the sky falls? സ്കൈ വീണാൽ, ഉരുണ്ടുപൊട്ടി വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാദിയ, ആകാശം പൊട്ടി വീണാൽ എന്ത് സംഭവിക്കും? ചത്തുപോകും. നമ്മളെല്ലാം നശിച്ചു പോകും അല്ലെ? എല്ലാം മൊത്തം നശിക്കും. അത്രയും പൊക്കത്തിൽ നിന്ന് ആകാശം എല്ലാം കൂടെ പൊട്ടി വീണെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? So the rabbits was scared and ran. Oh no, the sky is falling. I must run and tell to the king about it. I will run to the king and then I will inform the king that sky is falling down. ഞാനിപ്പോ ഓടി രാജാവിന്റെ അടുത്ത് എന്നിട്ട് പറയും എന്തെന്ന്? സ്കൈ എല്ലാം വീഴുകയാണ്, പടപടപട പൊട്ടി 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 വീഴുമെന്ന് പറയും എന്ന് പറയണം. Who is the king? Lion. Who is the king of the forest? So the rabbit is running to the lion to tell that the sky is falling. Now നമ്മുടെ റാബിറ്റ് എങ്ങോട്ട് ഓടുകയാണ്? ലയന്റെ അടുത്തോട്ട് ഓടുകയാണ്, പോയിട്ട് പറയാൻ വേണ്ടിട്ട്. Then narrator, the rabbit began to run. Rabbit started to run. He ran and ran. He ran and ran means he was continuing. He continued running. Odi. അവൻ എങ്ങോട്ട് ഓടി? To the king. A deer saw him running. So while he was running, on the way he met a deer, and the deer saw the rabbit is running. So deer understood something is wrong. എന്തുകൊണ്ട് ഇവൻ ഇത്ര സ്പീഡിൽ ഇങ്ങനെ 110 ഓടുന്നത് എന്താണാവോ എന്ന് ചോദിച്ചത്. Why are you running? So deer asked, why are you running? അപ്പൊ റാബിറ്റ് പറയാണ്, sorry, where are you going? Where are you going? എങ്ങോട്ടാ ഇത്ര സ്പീഡിൽ ഓടുന്നത്? എന്താ ഇത്ര എങ്ങോട്ടാ പോകുന്നേ? Please don't ask me. The sky is falling. I am going to the king to tell about it. What did the rabbit say? You, there is no time to talk with you. ഇപ്പൊ സമയമൊന്നുമില്ല നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. Don't ask me anything. എന്നോടൊന്നും ചോദിക്കില്ലേ? The sky is falling. Sky അവിടെ വീണോണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടുത്തെ എല്ലാം പൊട്ടി 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 ഇങ്ങോട്ട് എത്തും. So I am going to the king to tell about it. ഇത് രാജാവിനോട് പോയിട്ട് പറയാൻ പോവുകയാണ് ഞാനെന്ന് പറയാണ്. Please don't ask me. The sky is falling. I am going to the king to tell about it. Dear, let me come with you. Yo, if the sky is falling, please wait. I am coming with you. My God. So dear പറയാണ്, അയ്യോ സ്കൈ വീഴുന്നുണ്ടോ? എന്നാ വെയിറ്റ് ഞാനും വരുവാണ്. I am coming. ഞാനും
Say, wait, I am coming with you. ഞാനും വരുവാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? Let us run. Okay, ready, 1, 2, 3, start. Let us run. നമുക്ക് ഓടാം, ഓടിയോ? ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരുടെ ഓട്ടം തുടങ്ങി. Who all are those running now? Rabbit and Deer. okay, deer. Rabbit and deer are running to the king. Why are they running? എന്തുകൊണ്ടാ അവർ ഓടുന്നേ? എന്തിനാ ഓടുന്നേ? Because the sky is falling. Sky is falling. Okay. Narrator. The deer joined the rabbit and both ran to run. Both began to run. അപ്പം നമ്മുടെ ഡീറും നമ്മുടെ റാബിറ്റിന്റെ കൂട്ടത്തിൽ കൂടി എന്നിട്ട് both means two of them. Both എന്ന് പറഞ്ഞാൽ രണ്ടുപേരും. So both of them, the two of them began to run. രണ്ടുപേരും കൂടെ ഓടാൻ തുടങ്ങി. So on the way, a monkey was sitting on the tree and having a banana. So while they were running, a monkey was sitting on a tree with a banana. Monkeyയുടെ കയ്യിൽ ഒരു banana ഒക്കെ ആയിട്ട് monkey ഒരു ട്രീയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴോ, hi friends, why are you running? So monkey asked, hi my dear friends, deer and rabbit, why are you running? Where are you going? Then deer is telling, please don't ask us anything. There is no time to talk with you. Don't ask us. ഞങ്ങളോടൊന്നും ചോദിക്കല്ലേ, because ഇവിടെ സമയമില്ല, സംസാരിക്കാൻ സമയമൊന്നുമില്ല. The sky is falling. അപ്പം നമ്മുടെ ഡീർ പറയാണ്, അയ്യോ മിണ്ടാനും പറയാനൊന്നും സമയമില്ല, നമ്മള് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്കൈ അവിടെ എന്ത് ചെയ്യുന്നു? സ്കൈ ഈസ് ഫാളിങ്. സോ വി ആർ ഗോയിങ് ടു ദ കിങ് ടു ടെൽ ഹിം അബൌട്ട് ഇറ്റ്. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാജാവിന്റെ അടുത്തോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക, അവിടെ സംസാരിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, മങ്കി, ഓ നോ, വെയിറ്റ് ഫോർ മീ, I too am coming, please, I too am coming, please don't go, I too am coming with you. So who said that? മങ്കി പറയാണ്, അയ്യോ സ്കൈ വീഴുകയാണ്, എന്നാ പിന്നെ ഞാനും കൂർത്തി വരികയാണ്. Don't run, please wait for me, I too am coming with you. So ഞാനും വരികയാണ്, please wait for me എന്ന് പറഞ്ഞു. Now these three also started running. Who all are those three members? Who all are those three members? First one is Rabbit, deer, monkey. Rabbit, deer and monkey are running. To where are they running? They are running to please answer me. Running to the king. To the king. Okay. So the three ran and ran. അവർ മൂന്നാലും കൂടി ഓടി. Next, a buffalo was bathing in a pool. ഞാൻ പറഞ്ഞു ഇനി പോത്തേന്ന് വിളിക്കല്ലെന്ന്, പോത്തെ എരുമേന്നൊന്നും വിളിക്കല്ലെന്ന് പറഞ്ഞു. ഇവിടെ ബഫല്ലോ. ഓക്കെ, buffalo was bathing in a pool. നല്ല ബഫലോയാണ്, സ്റ്റാൻഡേർഡ് ബഫലോ, കുളിക്കുന്ന ബഫലോയാണ് കേട്ടോ. So this buffalo was bathing. Bathing means, what is the meaning of bathing? കുളിക്കുന്നു. എവിടുന്ന്? ഇൻ എ പൂൾ, ഒരു കുളത്തിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് കുളിക്കുക. നിങ്ങളെ പോലെ ഒന്നും അല്ല, സ്റ്റാൻഡേർഡ് ബഫലോ ആണ്, ഡീസന്റ് ആണ്. സോ വൃത്തിക്ക് കുളിക്കുന്ന ബഫലോ പൂളിലൊക്കെ ഇറങ്ങി നിന്ന് കുളിക്കുമായിരുന്നു. അപ്പോഴോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി പോത്തേന്ന് വിളിക്കരുതെന്ന്. ഞാൻ പറഞ്ഞില്ല ഇനി പോത്തേന്ന് വിളിച്ചേക്കരുതെന്ന്, എരുമയെ പോത്തേന്നൊന്നും വിളിച്ചേക്കല്ലെന്ന്. കാരണം ഇത് നല്ല സ്റ്റാൻഡേർഡ് ബഫലോ ആണ്, കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട്. ഓക്കെ, so a buffalo was bathing in a pool. He saw the three running. കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോണ്ട് three animals are running in panic, very speedily, വളരെ സ്പീഡായിട്ട് പാനിക് ആയിട്ട് ഓടുന്നു കണ്ടു. അപ്പോഴോ, buffalo, are you having a race? ക്ലാസ്സല്ലേ ഉള്ളൂ. Okay, so are you having a race? May I join you? So buffalo ചോദിക്കാണ്, are you having a running race, running competition? നിങ്ങൾ എന്താ ഓട്ട മത്സരം നടത്തിയാണോ മൂന്ന് പേരും കൂടെ ഓടിയിട്ട്? Shall I also join with you? ഞാനും നിങ്ങളുടെ കൂടെ ഓട്ട മത്സരം നടത്തട്ടെ എന്ന് ചോദിക്കാണ്. ആര്? Who is asking that? Buffalo. Yes. Buffalo, are you having a race? May I join with you?
Monkey, as you wish. നിനക്ക് ഇഷ്ടമുണ്ട് join ചെയ്തോ. The sky is falling. No, it's not running race and all. If you want, you can join with me. And this is the sky. This is not running race, but the sky is falling. ഇത് sky is falling. ഇത് ആകാശം ഉരുണ്ട് വീണോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ റണ്ണിങ് റേസ് ഒന്നും നടത്തുകയല്ല. We are going to the king to tell him about it. ഞങ്ങള് എന്താ ചെയ്യാൻ പോകുന്നേ? We are running to the king to tell about it. Tell him to about it. ഇത് രാജാവിനോട് പോയി പറയാൻ വേണ്ടി പോവുകയാണെന്നൊരു. അപ്പം ബഫലോ, really? You really? Yes. Then can I come along? ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ? പുള്ളിയൊക്കെ നിർത്തി പുള്ളി എന്നിട്ട് പറയാനെ, yes please. ഓക്കെ, ശരി ശരി, വന്നോ എന്ന് പറയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഓട്ടമാണ്. Now how many of them are running? Deer, rabbit, പിന്നെ ആരൊക്കെയാ? Donkey ഉണ്ടോ? Donkey ഇല്ല. These 4 are running now because the sky is falling. So they are running to the king to tell about it. Okay, അങ്ങനെ അവർ ഓടട്ടെ അല്ലേ? നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയി. Time is up. Tomorrow we will continue. അതുവരെ അവർ ഓടട്ടെ അല്ലേ? Let them run till tomorrow. Bye bye. Love you dears.